എത്ര വലിയ നെഞ്ചിൽ കഫമൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇളക്കി കളയാനായിട്ട് അടിപൊളി വെള്ളമാട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പ്രായമായ ആളുകൾക്കും അതുപോലെ കുട്ടികൾക്കും ഇത് ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. കാരണം എത്ര വലിയ പഴകിയ കഫവും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് വരുമ്പം ഈ തുമ്മലും അലർജിയും മൂക്കടപ്പൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ തൊണ്ടകടിക്കൽ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. നിങ്ങളൊരു 3-4 ദിവസം അടുപ്പിച്ച് കുടിച്ചു നോക്കട്ടോ. നല്ല രീതിയിൽ അലർജിയും തുമ്മലും മാറി കിട്ടുകയും ചെയ്യും. നെഞ്ചിൽ കഫമൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ശ്വാസം മുട്ടും വലിവൊക്കെ ആസ്മയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത് 2 വെളുത്തുള്ളിയാണ്. തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നെഞ്ചിലൊക്കെ കെട്ടിക്കിടക്കുന്ന കഫം ഇളക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അലർജി ഉണ്ടല്ലോ, ഈ കഫം കെട്ടി കിടക്കുന്ന അലർജി, അത് മാറിക്കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് 2 കുടം കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതിങ്ങനെ കഴിക്കുവാണെങ്കിൽ വേറെ രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ശ്വാസം മുട്ടും ഇങ്ങനെ നെഞ്ചിലിങ്ങനെ കഫം കെട്ടിയിട്ട് കുറുകൽ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കുട്ടികൾക്ക് 1/2 ഗ്ലാസ് വീതം കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ പെട്ടെന്ന് കുറയും. 2 ദിവസം കൊണ്ടൊക്കെ കഫക്കെട്ടും ചുമയും മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചിടണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ 2-3 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിക്കാം കേട്ടോ. അപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അസ്വസ്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെറു ചൂടിനോട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തിളപ്പിക്കാനിടുമ്പം ഒരു കുരുമുളകിൻ്റെ കുറച്ച് കുരുമുളക്, ഒരു 5-6 കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇടിച്ചിടാം. അതല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പൗഡർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം നമ്മളൊരു പെട്ടെന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. ഇതിനകത്ത് ശരിക്കും കിടന്ന് എന്നങ്ങോട്ട് ഇളകി മറിയണം എന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ഈ നമുക്ക് അലർജി തുമ്മലൊക്കെ ഉള്ളവർക്ക്, തൊണ്ടവേദന തൊണ്ടകടിയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ കുരുമുളക് നല്ലതാണ്, വെളുത്തുള്ളിയും അലർജി മാറാൻ നല്ലതാണ്. അപ്പം ഇത് ഇത്രയും കൂടെ കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2 ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വേറെ ഒന്നല്ല, നമ്മുടെ മഞ്ഞളുടെ പൗഡർ ഉണ്ടല്ലോ, ഈ മഞ്ഞളുടെ പൗഡർ നമുക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷനും തുമ്മലും അലർജി മാറാൻ ബെസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പം ആ മഞ്ഞളിൻ്റെതായ ഒരു ഗുണങ്ങൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം നിങ്ങൾ ഈ അലർജി തുമ്മലൊക്കെ ഉള്ളവർ വെള്ളം ഉണ്ടാക്കി എടുത്തതിന് ശേഷം ചെറു ചൂടിനോടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ എത്ര വലിയ പഴകിയ കഫവും നെഞ്ചിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. സൈനസൈറ്റിസിൻ്റേതായ നമുക്ക് നെറ്റിയിലും മൂക്കിൻ്റെയൊക്കെ ഭാഗത്ത് കഫം കെട്ടിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തുമ്മലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറാതെ നിൽക്കും. അപ്പം ജലദോഷം മൂക്കൊക്കെ അടഞ്ഞിരിക്കും. അപ്പം രാവിലെ തന്നെ നിങ്ങളിതിങ്ങനെ എടുത്ത് കുടിക്കുവാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു അസ്വസ്ഥത മാറിക്കിട്ടും. അപ്പോൾ മൂക്കൊക്കെ അടഞ്ഞാൽ തോർക്കും കേട്ടോ. ഈ ചില ആളുകളുണ്ടല്ലോ ചെറുനാരങ്ങ അരിഞ്ഞിട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട്, ഈ മൊത്തത്തിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്. അപ്പം അതങ്ങനെ തിളപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പം കയ്പ്പ് വീഴും. അപ്പം നമുക്കിപ്പം ഇപ്പോൾ ഈ 3 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം കുടിക്കാനായിട്ട് എടുക്കുമ്പം അന്നേരം കയ്പ്പായിരിക്കും. അപ്പം നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് തിളപ്പിച്ചാൽ മതി. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ തന്നെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ചൂടിന്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1/2 ഗ്ലാസ് വീതം കുട്ടികൾ കഴിക്കുന്ന ചൂടിന് നിങ്ങൾക്കത് 1/2 ഗ്ലാസ് കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് മുതിർന്നവർക്ക് 1 ഗ്ലാസ്സും കുടിക്കാം. അപ്പം ശരിക്കും ഇത് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ പ്രഷറുള്ളവർ ഉപ്പ് ചേർക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. കുരുമുളകൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അലർജിയും തുമ്മലും ആസ്മയൊക്കെ ഉള്ളവർക്ക് മാറിക്കിട്ടും. പഴകിയ കഫമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇളകി പോകാൻ നല്ലതാണ്. അപ്പം നല്ല രീതിയിൽ കുറുകലും ആസ്മയും വലിവൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് ഒരാഴ്ചയൊക്കെ കഴിച്ചു നോക്ക്, കഫം ഇളകും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ ചുമ വരുമ്പോൾ തന്നെ നിങ്ങൾ കഫ് സിറപ്പ് കഴിക്കാണ്ട് ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ചുമയും നെഞ്ചിലെ കഫമൊക്കെ ഉണ്ടെങ്കിൽ ഇളകിപ്പോക്കോളും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.